എടുത്തതാണ്. ഇത്രയും നേരെ നമ്മൾ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്. ഇതും രാഷ്ട്രീയം തന്നെയാണ്, എങ്കിൽ പക്ഷേ വളരെ വളരെ കനം കുറഞ്ഞ രാഷ്ട്രീയമാണ്. ചോദ്യം എന്താ അറിയോ, മുത്തശ്ശൻ്റെ ബാഗിൽ എന്താ? അത് എനിക്ക് തോന്നുന്നു കുറേ കാലമായിട്ട് വരുന്ന ചോദ്യമാണ്. കുറേ കാലമായിട്ട് ആളുകൾക്ക് വളരെ കൗതുകമുള്ള ഒരു ചോദ്യമാണ്. മുത്തശ്ശൻ്റെ ബാഗിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ ബാഗിൽ കൂടുതലൊന്നുമില്ല. എന്താ ഇതേ ഉള്ളൂ സാധനം. ഇതേത് സമയം നമ്മുടെ കയ്യിൽ വേണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലം അതാണ്, ഏത് സമയം നമുക്ക് ഒരു കോള് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മളത് എടുക്കുന്നില്ല. നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ഫോൺ, അവിടെ വീട്ടിൽ വെച്ചിട്ട് വരികയാണെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ആരെങ്കിലും വിളിച്ചോണ്ടിരിക്കുന്നുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല. ഇതിങ്ങനെ ഒരാഭരണം പോലെ അല്ല, ഒരവയവം പോലെ, ആഭരണം പോലെയല്ല, ഒരവയവം പോലെ ഇതിങ്ങനെ കിടക്കാൻ വേറൊരു കാരണമുണ്ട്. അല്ല, അത് ആ കാരണത്തിന്റെ അടിസ്ഥാന കാരണം ഇതാണ്. കോളുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളതിന് മറുപടി കൊടുക്കുന്നില്ല എങ്കിൽ അവരെ നമ്മൾ കാര്യമായിട്ട് പരിഗണിച്ചില്ല എന്ന് വരും. ചിലതൊക്കെ വളരെ അത്യാവശ്യമുള്ള വിളികൾ വരും. അപ്പം അതുകൊണ്ട് ഇത് കൊണ്ടു നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് കൊണ്ടു നടക്കുന്നത് പോക്കറ്റിലായിരുന്നു. ഒരിക്കലൊരു സംഭവം ഉണ്ടായി, അതാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്. ഒരിക്കലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറയട്ടെ, പണി ചെയ്യുമ്പോൾ ഈ ഫോൺ അല്ല, ഈ സഞ്ചി അല്ല ഉപയോഗിക്കുക. ഈ സഞ്ചിയാണ് ഈ പണി ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. കാരണം ഇത് മുഷിഞ്ഞാൽ തന്നെ പണ്ട് കറുപ്പായിരുന്നു, അറിയില്ല. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ അത് കറുപ്പായിരുന്നു. ഇതിലേക്ക് വരാനൊരു കാരണം പോക്കറ്റിൽ ഫോൺ ഇട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ വേലിയുടെ പണിക്കാണോ വീടുണ്ടാക്കുമ്പോഴാണോ വേലിയുടെ പണിക്കാണ് കുഴി കുത്താനായിട്ട് ഇരുമ്പ് കമ്പിയും കൊണ്ടാണ് നമ്മൾ കുത്തുന്നത്. അപ്പോൾ ആ കുത്തിക്കൊണ്ടിരുന്ന സമയത്ത് കുത്തിന്റെ കുനിഞ്ഞു നിന്ന് കുത്തി പോക്കറ്റിൽ നിന്ന് ഫോൺ തെറിച്ച് അകത്തേക്ക് പോയി. അകത്തേക്ക് ഫോൺ വീഴുകയും കുത്തുക ഒന്നിച്ച്. ഇപ്പൊ ഫോണിലേക്കാണ് കുത്തുകൊണ്ടത്. ഇങ്ങനെ ഇരുന്ന ഫോൺ ഇങ്ങനെയായി. പക്ഷേ അന്ന് ചെറിയ ഫോണായിരുന്നു, ഇത്രയുള്ള ഒരു ചെറിയ ഫോണായിരുന്നു. ആ ഫോണ് നമുക്ക് മനസ്സിലായത് ആ ഫോൺ കല്ലെ വെച്ച് ഇടിച്ച് വെച്ചാൽ പോലും ഒന്നും പറ്റുകയില്ല. ഭാഗ്യത്തിന് അതെ, നമ്മൾ വിചാരിച്ചത് 2 കഷ്ണമായി എന്ന് വിചാരിച്ചു. പക്ഷെ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ആയതേ ഉള്ളൂ, ഒരു ഷേപ്പ് മാറിയതേ ഉള്ളൂ. അത് പിന്നെ അത് പണി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഇതാണ് പ്രശ്നം. നമ്മളുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പരിഹാരം എന്ത് എന്ന് അന്വേഷിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെയാണ് സാരംഗ് ഇത്രയും ആയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം നമ്മൾ അങ്ങനെ കൊണ്ടു നടന്നതിലാണ് പോക്കറ്റിൽ ഫോൺ കൊണ്ടു നടക്കുന്ന സുരക്ഷ. അതിനുശേഷം അന്നത്തെ ഈ കുഴിയോട് കൂടി അടുത്ത ദിവസം തന്നെ ഇത് ഒരു സഞ്ചി സംഘടിപ്പിച്ചു. അന്ന് മുതൽ ആ സഞ്ചി അത് ഇങ്ങനെ ക്രോസ് ബെൽറ്റ് പോലെ, കാരണം ഊരി പോയില്ലല്ലോ, ഒരു സൈഡിലാണെങ്കിൽ ചിലപ്പോൾ ഊരി പോയി. ഇതിങ്ങനെ ക്രോസ് ബെൽറ്റ് പോലെ ഇട്ടുകൊണ്ടാണ് സ്ഥിരമായിട്ട് എടുക്കുക. ഇനി വേറൊന്നുകൂടെ പറയാം. ഈ മുത്തശ്ശൻ ചില സമയത്തല്ല, എല്ലാ ദിവസവും രാത്രി പന്നികാവലിന് പോകും. ഞങ്ങൾ മാറി മാറി പോകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഈ ഹെഡ് ടോർച്ച് എന്ന് പറയുന്നത് അത് വെച്ചുകൊണ്ടാണ് പോകുന്നത്. തലയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവും. അത് വെച്ചിട്ട് ഭയങ്കര സൗകര്യമാണെന്ന് പറയുന്നത്. മറ്റേ 2 വീശിപ്പാൻ വേണമെങ്കിൽ ഒരു വാക്കത്തി കരുതാം, കാരണം വന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ നല്ല മൂർച്ചയുള്ള വാക്കത്തിയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകും രാത്രിയിലെ ഉറക്കത്തിൽ എഴുന്നേറ്റ്. രാത്രിയില്ലേ, അപ്പോൾ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വാക്കത്തിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവച്ചു വന്ന് കിടക്കും. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം നല്ല ലൈറ്റ്. അത് തിരിച്ചു വരുമ്പോഴേ ഇത് ഈ അവയവമായിപ്പോയി. രാത്രിയിൽ ഇദ്ദേഹത്തിന് ഇത് അവയവമാണ്, അതുകൊണ്ട് മാറ്റമില്ല. അവിടെ അങ്ങനെ വന്ന് കിടന്നു. പിന്നെ ഞാൻ ഓഫ് ചെയ്യും ഇടയ്ക്ക്. അപ്പം അതാരും കാണാത്തതുകൊണ്ടാണ് ആ ഒരു ചോദ്യം വരാത്തത്. ഇത് എല്ലാവരും കാണുന്നു. ഈ മുത്തശ്ശൻ്റെ ബാഗിൽ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ചെയ്തോളൂ. അതിനകത്ത് ഒരു ഫോണാണ്, വേറെ ഒന്നും ഉണ്ടാവില്ല.